ഏവർക്കും നമസ്കാരം. മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട്. അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ 2.5 വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ്. മാർച്ച് 29-ാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും. ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും. അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ മാർച്ച് മാസം 14-ാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും. തുടർന്ന് 15-ാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക. വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി 28-ാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് 29-ാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് തുലാക്കൂറുകാരുടെ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. തുലാക്കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, വിദ്യാഭ്യാസം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ, സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ, പഠനത്തിൽ ഒരു അലസത എന്നിവയെല്ലാം വന്ന് ഭവിക്കാം. കൂടാതെ ശത്രുശല്യവും സൂര്യൻ 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. എന്നാൽ തുടർന്ന് 15-ാം തീയതി മുതൽ ഇഷ്ടഭാവം ആയ 6-ാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പോരാട്ട ഗുണം, ആത്മവിശ്വാസം, ഊർജ്ജസ്വലത എന്നിവയെ എല്ലാം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം, മത്സരപരീക്ഷകളിൽ മുന്നേറ്റം, ശത്രുനാശം എന്നിവ ഉണ്ടാകും. ഔദ്യോഗിക മേഖലയിലും സമൂഹത്തിലും എല്ലാം സൂര്യൻ ഇവർക്ക് നായകത്വം, ജനസമ്മിതി എന്നിവയെ നൽകും. ശാരീരികവും മാനസികവുമായ ഉണർവും ഓജസ്സും ഇവർക്ക് കൈവരും. അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. പൊതുവെ 6-ലെ ശുക്രൻ്റെ സഞ്ചാരം ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരികമായ ക്ലേശങ്ങൾ എന്നീ ദോഷകരങ്ങളായ അനുഭവങ്ങളെയാണ് നൽകാറുള്ളത്. എന്നാൽ ഉച്ചനായ ശുക്രൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് വിപരീതമായ അനുഭവങ്ങളെ നൽകുന്നു. തൽഫലമായി ഈ കൂറുകാർക്ക് മത്സരവീര്യം, ഊർജ്ജസ്വലത, പോരാട്ടവീര്യം എന്നിവയെ ശുക്രൻ നൽകും. മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം ഇവർ നേടും. രോഗമുക്തി, കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി ഇവർക്ക് വന്ന് ചേരും. ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. ശത്രുനാശം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ജനസമ്മിതി എന്നിവയെല്ലാം ശുക്രൻ ഇവർക്ക് നൽകും. ചൊവ്വ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു. എന്നാൽ ചൊവ്വ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷം വരുത്തും. തൽഫലമായി ഒരു തരത്തിലുള്ള നിർഭാഗ്യം ഇവർക്ക് വന്ന് സംഭവിക്കാം. പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരിക, കാര്യതടസ്സം, കാര്യപരാജയം എന്നിവയെല്ലാം വന്ന് ഭവിക്കാം. കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിലും സൗഖ്യം കുറയാം. കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് നന്നേ കുറയുന്നതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഇവർ നേരിട്ടേക്കാം. ബുധൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 6-ാം ഭാവം എന്നത് ശത്രുക്കൾ, രോഗങ്ങൾ, കടങ്ങൾ, മറ്റു ദുരിതങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം, ഊർജ്ജസ്വലത, ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും അറുതി എന്നിവയെ എല്ലാം നൽകും. ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും 12-ാം ഭാവാധിപനും ആകുന്നു. ഭാഗ്യാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾ, രോഗങ്ങൾ, കടങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മുക്തി ഉണ്ടാകും. ഭാഗ്യവർദ്ധനവ് ഇക്കാലയളവിൽ ഇവർക്ക് വർദ്ധിക്കും. കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷം, സമാധാനം എന്നിവ കൈവരും.
വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമവ്യാഴം പ്രധാനമായും ശാരീരിക വൈഷമ്യങ്ങൾ, രോഗം, അനാരോഗ്യം, മാനസികമായ ക്ലേശങ്ങൾ, അതുമൂലമുള്ള ചിലവുകൾ, കർമ്മവിഘ്നം, പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. എന്നാൽ ശുക്രനും ഗുരുവും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നതിനാലും വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും ഇവർക്ക് വിപരീത രാജയോഗം ഫലത്തിൽ വരും. തൽഫലമായി രോഗമുക്തി, ആരോഗ്യം, ശാരീരിക സൗഖ്യം, മനസ്സുഖം എന്നിവ വ്യാഴം ഇവർക്ക് നൽകും. ശനി ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം. സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാതടസ്സം, അനാരോഗ്യം എന്നിവ 5-ലെ ശനി ഉണ്ടാക്കാം. എന്നാൽ കുടുംബദേവതകൾ, പിതൃക്കൾ എന്നിവരെ സ്മരിക്കുകയും പ്രീതിപ്പെടുത്തുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ശനി ദോഷങ്ങളെ എല്ലാം അകറ്റി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മാർച്ച് 29-ാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് മാറുമ്പോൾ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നു. അത് ഇവർക്ക് ഏറ്റവും ശുഭകരമായ ഒരു കാലത്തിൻ്റെ തുടക്കവും ആകും. അപ്പോൾ തുലാക്കൂറുകാർക്ക് രാശിയാധിപനായ ശുക്രൻ, ബുധൻ, ശനി എന്നിവർ അനുകൂലരായി ഈ മാസം സഞ്ചരിക്കുമ്പോൾ പരിവർത്തന യോഗത്താൽ വ്യാഴവും പ്രതികൂലമായ ഫലങ്ങളെ ഇവർക്ക് നൽകില്ല. സൂര്യൻ മാസത്തിൻ്റെ 2-ാം പകുതി വളരെ ശുഭദായകനായി ഭവിക്കുന്നു. എന്നാൽ ആദ്യ പകുതി അനിഷ്ടനും ആകുന്നു. ചൊവ്വ ഇവർക്ക് പ്രതികൂലനും ആകുന്നു. എങ്കിലും പ്രബലരായ 3 ഗ്രഹങ്ങൾ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ തുലാക്കൂറുകാർക്ക് മാർച്ച് മാസം നല്ല അനുഭവങ്ങളാണ് അധികവും അനുഭവത്തിൽ വരിക. അതിൽ തന്നെ മാസത്തിൻ്റെ 2-ാം പകുതി ഏറെ ശോഭനമാകുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.